ഹായ്. നമ്മളൊരു പ്രത്യേകതരം എക്സർസൈസാണ് ചെയ്യുന്നത്, അതായത് റിവേഴ്സ് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്ട്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഇത് നമ്മൾ ഒരു WH ക്വസ്റ്റ്യൻ എടുത്തിട്ട് എങ്ങനെയാണ് തിരിച്ചു വരുന്നതോടെ നോക്കുന്നത്. ഒരു WH ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിനെ എങ്ങനെയാണ് യെസ് ഓർ നോ ആക്കുന്നത്, അതുപോലെ അവസാന സ്റ്റേറ്റ്മെൻ്റ് ആക്കുന്നത്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ബന്ധം മനസ്സിലാകുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെൻറ്റൻസ് അല്ല, WH ക്വസ്റ്റ്യനും ഒരു പ്രത്യേക സെൻറ്റൻസ് അല്ല. പിന്നെയോ അത് ആ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ പറയില്ല ഡിറൈവ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കുന്ന സെൻറ്റൻസുകളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്. കൂടാതെ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പാസീവ് വോയിസ് ചെയ്യണം, അടുത്ത ക്ലാസ്സാണ്, അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പം അതിന് സ്റ്റേറ്റ്മെൻ്റ് ആക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് സംഗതി എളുപ്പമായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ റിപ്പോർട്ടർ സ്പീച്ചിലാക്കാൻ പറയുമ്പം അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വലിയ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പാസീവ് ആക്കാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സബ്ജക്റ്റ് എവിടെയാണ് പ്രെഡിക്റ്റ് എവിടെയാണ് നോക്കി നടക്കും. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ബന്ധം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതായത് എല്ലാ സെൻറ്റൻസുകളും വെറൈറ്റി, അതായത് നമ്മുടെ WH ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇതെല്ലാം വരുന്നത് എവിടുന്നാണ്? അതിൻ്റെ ഒറിജിനൽ ഓർക്കുന്നുണ്ടോ? ഞാൻ പണ്ട് പറഞ്ഞ കേർണൽ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ബേസിക് സെൻറ്റൻസിൽ നിന്നാണ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിരിച്ചു വരാൻ പോവാണ് നമ്മളെ. ഇത് കണ്ടോളെ, ഇത് കണ്ടോ. അപ്പം വാട്ട് ഈസ് ഹീ ഡൂയിങ്. അപ്പം നമ്മളെന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങ് മാറ്റിയിടുക. എന്നിട്ട് ഈസ് ഹീ ഡൂയിങ് വാട്ട്, മനസ്സിലായില്ലേ? അത് ക്വസ്റ്റ്യൻ വേർഡ് അവിടെ കിടക്കട്ടെ. പിന്നെ ഈസ് ഹീ ഡൂയിങ് സംതിങ്. ആ വാട്ടിന് പകരം നമ്മൾ സംതിങ് ആക്കി. വാട്ട് എന്ന് പറഞ്ഞാൽ അതിന് പകരമാണല്ലോ നമ്മളിത് എഴുതിയിരിക്കുന്നത്, അല്ലേ? ഈ സംതിങ്ങിന് പകരമാണ് വാട്ട്. വാട്ടിന് പകരം സംതിങ് ഇട്ടു. അവസാനം പറഞ്ഞു ഹീസ് ഡൂയിങ് സം വർക്ക്. ഇപ്പം ഹീസ് ഡൂയിങ് സം വർക്ക്, അതിൽ നിന്നാണ് ഈസ് ഹി ഡൂയിങ് സംതിങ്. അതാണ് സംതിങ്ങിന് പകരം വാട്ട് എഴുതുന്നു. അപ്പം ഈസ് ഹി ഡൂയിങ് വാട്ട് ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് ആദ്യം കൊണ്ടിരുന്നു. അപ്പം വാട്ട് ഈസ് ഹി ഡൂയിങ് നാ. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ ഇതിവിടെ വരുമ്പോൾ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യനായി. ഇത് നോക്കി, ഇത് ഉണ്ടോ രണ്ടാമത്തെ നോക്കി, വേർ ആർ യു ലിവിങ്. ആ വേർ അങ്ങ് മാറ്റിയിട്ടു ആർ യു ലിവിങ് വേർ, സ്ഥലം. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകും. ആർ യു ലിവിങ് ഇൻ എ പ്ലേസ്, അല്ലേ? അത് സ്റ്റേറ്റ്മെൻ്റ് ആകും. ഐ ആം ലിവിങ് ഇൻ എ ടൗൺ. വൈ? അതുകൊണ്ടാണ് ഐ ആകുന്നത്. കാരണം ഈ ഐ ആം ലിവിങ് ഇൻ എ ടൗൺ എന്നതിനോട് ചോദ്യം ചോദിക്കുമ്പോൾ എന്നല്ല ചോദിക്കാണ്ട് പോകും. തന്നെത്താനെ നമുക്ക് പറയാൻ പറ്റുമോ? ഐ ആം ലിവിങ്, ആം ഐ ലിവിങ് ഇൻ എ ടൗൺ, വേർ ആം ഐ ലിവിങ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത്. ഇനി വേറെ രണ്ട് എക്സാമ്പിളുകൾ നമുക്ക് ഇവിടെ സ്ഥലമുള്ളത് കൊണ്ടാണ്. നിങ്ങളൊന്ന് എഴുതിയെടുത്തു ബുക്കിൽ. ഉദാഹരണം വേറെ സെൻറ്റൻസ് ഞാൻ പറയാം. ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൗ എന്നുള്ളത് മാറ്റിയിട്ടിട്ട് ആർ യു ഫീലിംഗ് ടുഡേ അവസാനം കൊണ്ടുവരാം. ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. പിന്നെ യു ആർ ഫീലിംഗ് ടുഡേ വെൽ, ആ ഹൗവിന് പകരം നമ്മൾ വെൽ ചേർത്തു. ഐ ആം ഫീലിംഗ് വെൽ ടുഡേ, ഐ ആം ഫീലിംഗ് വെൽ ടുഡേ. മനസ്സിലായില്ലേ? സിമ്പിൾ. ഇത് നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡാണ്. അല്ലാതെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പ്രത്യേകതരം സെൻറ്റൻസാണ്.
അല്ലെ WH ക്വസ്റ്റ്യൻ വേറൊരു അങ്ങനെ വിചാരിച്ച് വിഷമിക്കുക, അതായത് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ നമ്മളിത് കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്നുള്ളത്, അങ്ങോട്ട് പോകാമെങ്കിൽ ഇങ്ങോട്ടും വരാം. അപ്പോൾ അതാണ് അടുത്ത സെൻറ്റൻസ് എഴുതിയെടുത്തു. വാട്ട് ഈസ് മദർ കുക്കിംഗ്? അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ ഇന്നലെ ചെയ്തതാണത്, തിരിച്ചിടാം. ഈസ് മദർ, അത് നമ്മൾ വാട്ട് മാറ്റിയിട്ടു. ഈസ് മദർ കുക്കിംഗ് വാട്ട്? ഈസ് മദർ കുക്കിംഗ് സംതിങ്. അപ്പോൾ സംതിങ്ങിന് പകരം നമ്മൾ റൈസ് എന്ന് എഴുതി. മദർ ഈസ് കുക്കിംഗ് റൈസ്. അത്രേ ഉള്ളൂ. അതായത് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് WH ക്വസ്റ്റ്യനിലേക്ക് പോകാമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് yes or no ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻ, yes or no ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചും മറിച്ചും ഇടാൻ പറ്റണം. അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, തമ്മിലുള്ള ബന്ധം അത് മനസ്സിലാവും. മനസ്സിലായി? പിന്നെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ സെൻറ്റൻസുകൾ ഇങ്ങനെ എഴുതുക, തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് നോക്കുക. ഇതിനകത്ത് ഒരല്പം ഒരു ഭാവന വേണം. ഭാവന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയരുത്. ഇപ്പോൾ ഇവിടെ സംതിങ്ങിന് പകരം നമ്മൾ എന്തെങ്കിലും ഇടണം, അങ്ങനെ അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മതി. ആ സംതിങ്ങിന് പകരം എന്തെങ്കിലും സം വർക്ക്, റീഡിങ് എ നോവൽ, സംതിങ്, സിംഗിങ് എ സോങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങോട്ട് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കാതലായ പോയിന്റ് ഇതാണ്, നമുക്ക് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് yes or no ക്വസ്റ്റ്യൻ, അതിൽ നിന്നൊരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാവോ, അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ, yes or no ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിലേക്കും പോകാൻ പറ്റും എന്ന് കാണിക്കുന്നതിനുള്ളതാണ് ഈ എക്സാമ്പിൾ, ഈ എക്സർസൈസ്. അതിനാണ് റിവേഴ്സ് എക്സർസൈസ് എന്ന് പറയുന്നത്. അല്ലേ? അത് ചെയ്ത് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും. എന്നെങ്കിൽ സെൻറ്റൻസ് തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ബൈ.